എല്ലാവർക്കും നമസ്കാരം. എസ് എ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിനൊരു വേറെ റീസൺ ഉണ്ട്. അതിപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 മാസം കഴിഞ്ഞ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിനുള്ള ചുറ്റിപ്പറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യണത്. വീഡിയോ എടുക്കാനുള്ള കാരണം നമ്മളിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു നെഗറ്റീവ് പോസിറ്റീവ്, പിന്നെ എങ്ങനെയാണ് നമ്മളെ ചാനലിന് ഗ്രോത്ത് ഉണ്ടായിരുന്ന, അതോ ലോസ് ആണോ എന്നൊക്കെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്തിട്ട് പോവാം. യൂട്യൂബ് തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ഞാൻ നമ്മളെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ അന്ന് പറഞ്ഞു പോവാണ്. നമ്മൾ ഒരുപാട് വർഷമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. റീച്ചാവോ ഇല്ല എന്നല്ല, നമുക്കൊന്ന് തുടങ്ങി വെച്ചിട്ടാണല്ലോ നമുക്കത് റീച്ചാണോ അത് ലോസ് ആണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കപ്പെടാം. അങ്ങനെ എന്നിട്ട് നമ്മൾ ചാനൽ തുടങ്ങി. നമുക്ക് നമ്മൾ സബ്സ്ക്രൈബിനെ കുറിച്ചിട്ടൊരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെ സബ് കയറിയാൽ മതിയുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മളെ സർക്കിൾ ആൾക്കാരൊക്കെ അറിഞ്ഞ് അങ്ങനെ അത് ഷെയർ ചെയ്ത് അങ്ങനെ ഒരുപാടൊന്നുമില്ല, ഒരു 2-3 ഗ്രൂപ്പിലൊക്കെ വന്ന് അങ്ങനെയാണ് കുറച്ചൊക്കെ സബ് കയറിയത് കേട്ടോ. തുടക്കത്തിൻ്റെ സബ് പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു. ആദ്യത്തെ 2 വീഡിയോ കിട്ടപ്പോഴേക്ക് 3 സബ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോരുത്തരെങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്ത് ഓരോരുത്തരൊക്കെ അറിഞ്ഞ് അങ്ങനെയാണ് പിന്നെ സബ് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറിയത്. അങ്ങനെ എന്നിട്ട് ഞാൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തത് മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഒരു 10, 20, 30 വീഡിയോസ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ സർക്കിൾ ആൾക്കാരൊക്കെ അറിഞ്ഞ് തുടങ്ങിയാൽ മതി എന്നുള്ളൊരു രീതിയിലായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഉണ്ടോ പോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. നമുക്ക് കിട്ടി കുറേ നെഗറ്റീവ്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പോസിറ്റീവും കിട്ടിയിട്ടാണ്. അപ്പോൾ ഈ നെഗറ്റീവ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മളോട് ഡയറക്റ്റായിട്ട് പറഞ്ഞതല്ല, അവർ 4 ആൾ കൊണ്ട സമയത്ത് ചർച്ചയിൽ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുക അതൊക്കെ ഞാൻ പറയുന്നുണ്ട് വേറെ കാര്യം. പിന്നെ പോസിറ്റീവ് ആയാൽ ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ വാട്സപ്പിൽ കൂടെ ഇങ്ങനെ മെസ്സേജ്, എടാ നല്ലൊരു സംഭവം തുടങ്ങിയത്, നമ്മളെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചാനൽ ഇങ്ങനെ ഒരു വ്ളോഗ് ആരും തുടങ്ങിയിട്ടില്ല, എന്തായാലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് നന്നായി എന്നൊക്കെ കണ്ടിട്ട് പിന്നെ കാണുമ്പോഴും ആൾക്കാർ നല്ല രീതിയിലുള്ള റെസ്പോൺസൊക്കെ ആയിരുന്നു. പിന്നെ നെഗറ്റീവ് ഇപ്പോൾ എല്ലാ ഫീൽഡും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം അവതരിപ്പിച്ചാൽ കിട്ടണത് നെഗറ്റീവും പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മളെ യാത്ര മുന്നോട്ട് പോവില്ല. അപ്പോൾ അതൊക്കെ നെവർ മൈൻഡിൽ വിട്ടിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോസ് തന്നെ വീഡിയോസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ നെഗറ്റീവ് നമുക്ക് നമ്മളെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അറിയുന്നുണ്ട് ആരൊക്കെയാണ് നെഗറ്റീവ് പറഞ്ഞത്, ആരൊക്കെയാണ് പോസിറ്റീവ് പറഞ്ഞതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ നാട്ടിലത്തെ ഒരുവിധ ആൾക്കാരൊക്കെ അറിഞ്ഞ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഈ തുടങ്ങിയത്, എന്താണ്, എങ്ങനെയുണ്ട് എൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ പറയാനുള്ളത് ഞാൻ അവരോട് പറയുകയും ചെയ്ത്, നമുക്ക് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും, അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് വെച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് വെച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ തുടങ്ങാണ്ടിരിക്കരുത്. മറ്റുള്ള ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ല, നമ്മളാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ലൈഫുള്ളൂ, അതെങ്ങനെ വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുക, അത് മറ്റുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ആദ്യത്തെ 2-3 വീഡിയോസിലൊക്കെ നെഗറ്റീവൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുണ്ടിട്ട് ആരും തുടങ്ങാണ്ടിരിക്കരുത്. അപ്പോൾ ഞാനാണെങ്കിൽ നല്ലൊരു സക്സസ് ആയ ഒരാളല്ല, ഞാൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരു പോരായ്മ എന്താ വെച്ചാൽ നമുക്കൊരു ക്വാളിറ്റി ഫോണില്ലാത്തതാണ്. നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാണ്ട് തന്നെ അവർ തരും, എടാ ഈ ഫോൺ എടുത്തോ, വ്ളോഗ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം തന്നാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ വ്ളോഗ് എടുത്തിട്ടില്ല, എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ വ്ളോഗ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ വ്ളോഗ് എടുക്കില്ലേ. അപ്പോൾ നമുക്ക് അവർ തരുന്ന നല്ല സപ്പോർട്ടും അത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലെ ആൾക്കാർ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്കൊരു നെഗറ്റീവ്, അത് നമുക്ക് ഇതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. അതൊക്കെയാണ് നമ്മളൊരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ ഒരു 192 ഉണ്ട്, മറ്റേ വാച്ച് അവർ 96 ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു വിലപ്പെട്ടൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു യാത്ര മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ. ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ കുറച്ചധികം വൈകി പോണത്. വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ് നമ്മളിപ്പോൾ കുറച്ചായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ PG ചെയ്യുന്നുണ്ട്, നമ്മളെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ്.
അപ്പോൾ അതിൻ്റെ ഒരു അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നാട്ടിൽ എത്തിയിട്ട് ഇനിയിപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇനി ഉള്ള വീഡിയോസൊക്കെ ഇനിയിപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ആവും, അവിടെ ചുറ്റിപ്പറ്റുള്ള വീഡിയോസൊക്കെ ആവും. ഇനിയിപ്പോൾ നാട്ടിൽ നമുക്കിപ്പോൾ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.